പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു മഹാരാജാവ് എളിദാസിനെ അനുവദിച്ചിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടൻ ഉണ്ട് എന്നുള്ളത് എന്നിൽ നിന്ന് മാത്രമല്ല, ധാരാളം വ്യക്തികളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യക്തികളിൽ നിന്ന്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നിന്ന്, സഭാ സംബന്ധമായ അല്ലെങ്കിൽ വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം, ഏകദേശം ഒരു ഡേറ്റിനെ കുറിച്ചും ഒരു തീയതിയെക്കുറിച്ചും നമ്മുടെ മനസ്സിലൊരു ധാരണ വന്നിട്ടുണ്ട്. 2023 യുഗാന്ത്യമാണ് എന്ന്. അപ്പോൾ 2026 എന്ത് സംഭവിക്കും, 27 സംഭവിക്കും എന്നൊക്കെ പറയുന്നതും കുറേയേറെ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയെങ്കിൽ നാം ഏത് വയലിലാണ് നിൽക്കുന്നത്, ഏത് വയലിലെ സമ്പത്താണ് നാം ഉപയോഗിക്കുന്നത്, ഏത് വയലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവനിലേക്ക് പോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പോകാൻ പറ്റാതെ വരുന്ന കണ്ടു. അതുകൊണ്ടാണ് കർത്താവിനെ അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റുള്ള വിശേഷിക്കും. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായ രീതിയിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെയൊക്കെ വിചാരം സ്വാഭാവികമായിട്ടും ഇതൊന്നും സ്വാഭാവികമല്ല, സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല. ഒരു യുദ്ധം വന്നാൽ എന്ത്, അതിനെപ്പറ്റി നമ്മൾ ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മളിതെങ്കിൽ കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം, അത് അമേരിക്ക ഇടപെട്ടു. അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം ഇത്ര കാലം മുന്നോട്ട് പോയി. ഇപ്പോഴും ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. എന്നിട്ടും വാർത്താമാധ്യമങ്ങളൊക്കെ ധാരാളം പുടിൻ ഇടപെടുന്നു, റഷ്യ ഇടപെടുന്നു, റഷ്യ വരുന്നു, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചൈന ഇറാൻ്റെ പക്ഷത്താണ്, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവരൊന്നും വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരൊന്നും വന്ന് ഇറാനോട് ചേർന്ന് അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാത്തത് എന്നൊക്കെ നമ്മൾ ധാരാളം ആളുകൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. വാർത്താമാധ്യമങ്ങൾ അതിനെപ്പറ്റി പഠനം തന്നെ നടത്തുന്നുണ്ട്. എന്നിട്ടൊന്നും അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നുമില്ല. അപ്പോൾ അതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് എഴുതി വെച്ച വചനത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഒരു വചനത്തിൽ കൂടെ നമ്മൾ കടന്നു ചെന്നാൽ ഇത് മനസ്സിലാക്കണം. ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തമായ ഒരു സൈന്യത്തോടു കൂടെ അവനെ നേരിടും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് ഉത്തരദേശത്തെ രാജാവിനെതിരെ നേരിടും എന്ന് പറയുമ്പോൾ ദക്ഷിണദേശമാണ് ഇസ്രായേലും അമേരിക്കയുമല്ല, ഉത്തരദേശമാണ് റഷ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും അങ്ങനെ നേരിടാൻ വേണ്ടി വരാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഇപ്രകാരമാണ്. അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 29-ാം തിരുവചനമാണ്. നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങി വരും, ഇത്തവണ മുമ്പത്തേതുപോലെ ആയിരിക്കുകയില്ല. നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ ഈ വചനവും ഇന്നത്തെ സംഭവങ്ങളെ ചേർത്ത് വെച്ച് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതുവരെ റഷ്യയും ചൈനയും ഒന്നും ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ വന്നിട്ടില്ല. അപ്പോൾ കർത്താവ് പറയുന്നത്, നിശ്ചിത സമയത്ത് അവൻ തെക്കോട്ട് മടങ്ങി വരും. അവർ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയം ഇത്തവണ മുമ്പത്തേതുപോലെ ആയിരിക്കുകയുമില്ല. കിത്തീമിലെ കപ്പലുകൾ അവനെ എതിർക്കും. കിത്തീം കപ്പലുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പേരുകെട്ട കപ്പൽ വ്യൂഹവും കപ്പൽപ്പടയുമാണ്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം. കിത്തീം താഴ്വര, അതൊക്കെ ഞാൻ പോയി കണ്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ലെങ്കിലും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളുടെ പറയുന്നത്, കിത്തീമിലെ കപ്പലുകൾ അവനെ എതിർക്കുന്ന പശ്ചാത്തലം വരും. അതായത് ഉത്തരദേശത്തെ രാജാവ് വരുമ്പോൾ കിത്തീമിലെ കപ്പൽ അവനെ എതിർക്കുമെന്ന് കർത്താവ് പറയാണ്. ഇത്തവണ മുമ്പത്തേതുപോലെ ആയിരിക്കുകയില്ല. അപ്പോൾ ഇത്രയും കാലം റഷ്യ കരിങ്കടലിൽ കൂടെ പോകുന്നുണ്ട്, റഷ്യയുടെ ഒരു കപ്പൽ അതിലേ പോയിട്ടുണ്ട്, റഷ്യയുടെ ഒരു മുങ്ങിക്കപ്പൽ ഇതിലേ പോയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ വാർത്തയിൽ കേൾക്കുന്നുണ്ട്. എന്നിട്ടൊന്നും അവരൊന്നും അമേരിക്കയ്ക്ക് നേരെയോ ഇസ്രായേലിന് നേരെയോ വന്നിട്ടില്ല. എന്നാൽ കർത്താവ് പറയാണ്, ഇത്തവണ മുമ്പത്തേതുപോലെ ആയിരിക്കുമില്ല. കിത്തീമിലെ കപ്പലുകൾ അവനെ എതിർക്കും, അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചു വന്ന് ക്രുദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ വിശുദ്ധ ഉടമ്പടി ഒക്കെ സ്ഥാപിക്കപ്പെടാൻ സമയമായി എന്നും കിത്തീമിലെ കപ്പലിൽ അവനെ എതിർക്കേണ്ട സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നും ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉത്തരദേശത്തെ രാജാവ് ഉടൻ തന്നെ വരുമെന്നും ആ നിശ്ചയിക്കപ്പെട്ട സമയം തൊട്ടു മുമ്പിൽ എത്താറായിട്ടുണ്ട് എന്നും
ഒക്കെ നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം 7 വർഷത്തെ യുദ്ധമുണ്ടായിരിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39 9 തിരുവചനത്തിൽ പിതാവായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതേ പിതാവായ ദൈവം തന്നെയാണ് ആ നിശ്ചിത സമയം ഏതാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതി വെച്ചിട്ട് 2000, 2500, 3000 വർഷം ആയെങ്കിലും ആ 3000 വർഷത്തിന് ശേഷമുള്ള ഈ പശ്ചാത്തലത്തിൽ വെച്ച് വചനം വായിക്കുമ്പോൾ ഈ പശ്ചാത്തലമാണ് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രശ്നം ലോകത്തിൻ്റെ മുമ്പിൽ കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അത് എത്രയൊക്കെ ആളുകൾ ഇടപെട്ടിട്ടും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രശ്നമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ അവിടുന്ന് ഞങ്ങൾ ആട്ടിപ്പായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരദേശത്തെ രാജാവ് വരും. അതുകൊണ്ട് അവതരിക്കുന്നത് ഇത്തവണ മുമ്പത്തെ പോലെ ആയിരിക്കില്ല വരുന്നത്. ഇത്രയും കാലം വന്നതുപോലെയുള്ള വരവൊന്നുമല്ല ഇനി വരുന്നത്. അവൻ ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവൻ്റെ സഹായത്തോടെ പൊരുതും. അവൻ രാജ്യങ്ങളുടെ മേൽ ഇരച്ച് കയറുകയും ചെയ്യും. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഇരച്ച് കയറപ്പെടുന്ന വലിയ യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ എത്തപ്പെട്ട കാലഘട്ടത്തിലാണ് നാം വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. അപ്പോൾ ഇത്ര വലിയ ഭീകരമായ ഒരു സൈനിക ശക്തി നമ്മുടെ മുമ്പിലേക്ക് വരാൻ തയ്യാറായിട്ട്, യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുമ്പോഴും നമുക്കതിനെപ്പറ്റി ഒരു ചിന്തയോ വേവലാതിയോ ദുഃഖമോ ആകുലതയോ അസ്വസ്ഥയില്ല. കാരണം അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ഇപ്പോഴും ധാരാളമായിട്ട് ആഹാരം ലഭിക്കുന്നുണ്ട്. മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു കുറവ് വന്നിട്ടില്ല. അത് വാങ്ങാനുള്ള പണവും നമുക്കുണ്ട്, ജോലി നമുക്കുണ്ട്. ഈ ജോലിയും നഷ്ടപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് മാർക്കറ്റുകളുമില്ലാതെ അത് വാങ്ങാനൊരിടത്തും കിട്ടാതെ വരികയും ചെയ്യുന്ന പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ എന്ന് വരുന്നു. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ യുദ്ധം എവിടെ എത്തിയെന്നും യുദ്ധത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രശ്നങ്ങളും ഗുരുതരാവസ്ഥയും എവിടെ എത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ആ കാലഘട്ടം നമ്മുടെ മുമ്പിൽ വരണം. ആ കാലഘട്ടം നമ്മുടെ മുമ്പിൽ എത്താനായി നിൽക്കുന്ന ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ചുരുങ്ങിയ വർഷത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ഒരുങ്ങുവാൻ, ജ്വലനത്തോടെ ഒരുങ്ങുവാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ അഗ്നി നമ്മുടെ ഹൃദയത്തിൽ നിറയുവാൻ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും പരോപകാര നന്മ പ്രവൃത്തികളും കൊണ്ട് എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം നാം കണ്ടെത്തി അതിൽ വിശുദ്ധി പ്രാപിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ഈ പശ്ചാത്തലമാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പശ്ചാത്തലം വന്നു നിൽക്കുന്ന ഈ സമയത്ത് നാം വിശുദ്ധ ഗ്രന്ഥത്തിലായിരിക്കുന്ന ആ വചനത്തിൻ്റെ നിഗൂഢതകളെ മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടു മുമ്പിൽ ഒരു 3-ാം ലോക മഹായുദ്ധം എത്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തീക്ഷ്ണമായി ഒരുങ്ങുവാൻ എന്തെങ്കിലും ഒരു ചാൻസ് നമ്മുടെ ഉണ്ടോ? അവിടെ ഇവിടെ നടക്കുന്ന ചില ധ്യാനങ്ങളൊക്കെ കൂടുവാനും അത് 1 വർഷമോ 2 വർഷമോ 3 വർഷമൊക്കെ കൂടി വല്ലപ്പോഴും പോയിട്ട് ഒരു ധ്യാനം ലീവിന് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ പോയി ഒന്നൊരു ധ്യാനം കൂടിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയി ധ്യാനം കൂടുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്ന ജ്ഞാനം വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള വചനമാണ്. വെളിപാട് 18:3 അവൾ പിശാചിക്കയുടെ വാസസ്ഥലവും അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി എന്ന് പറയുമ്പോൾ ഏത് പക്ഷി താവളമാക്കിയെന്നും എവിടെ താവളമാക്കിയെന്നും അത് നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും വ്യക്തമായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ധ്യാന ഹാളുകളും ധ്യാന വ്യക്തികളും നമുക്കില്ലാതെ പോയതിൻ്റെ പരിണിത ഫലമായി നമുക്കതിന് വിശദീകരണ പ്രക്രിയ ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി യേശുവിൻ്റെ വരവിനായിട്ടുള്ള യഥാർത്ഥ ഒരുക്കമോ യഥാർത്ഥ മാനസാന്തരമോ യഥാർത്ഥ തയ്യാറെടുപ്പുകളോ നമുക്കിപ്പോഴും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരൻ, വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിക്കൊള്ളുക, എന്നാൽ സർപ്പത്തെ പോലെ വിവേകികളുമായിരിക്കണമെന്ന് യേശു ക്രിസ്തു പുത്രനായ ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവപുത്രനായ ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു സർപ്പത്തിൻ്റെ വിവേകം നമ്മുടെ കണ്ണിൽ ഇല്ലാതെ പോയി, നമ്മുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് പല വിധത്തിലും മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ പരിശ്രമങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനുള്ളൊരു അവസരമാണ് ഇത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം എന്ന് പറയുന്നത് 2033 യുഗാന്തം, ആ യുഗങ്ങളുടെ അറ്റം അവസാനിക്കുന്നു. അതിനുശേഷം യുഗാന്ത്യം എന്നും ഈശോ പറഞ്ഞിട്ടുണ്ട്. അതേ വചനത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ യുഗാന്ത്യം, അന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് കർത്താവുണ്ട്. അപ്പോൾ അവിടെ അന്ത്യവും അന്തവുമുണ്ട്. അന്തം യുഗങ്ങളുടെ അറ്റം, അന്ത്യം എന്ന് പറഞ്ഞാൽ യുഗങ്ങളുടെ അറ്റത്തെത്തി ആ യുഗം അവസാനിക്കുന്നു.
അവസാനിക്കുമ്പോൾ ആണവയുദ്ധവും അതോടനുബന്ധിച്ചുള്ള ലോകത്തിലെ എല്ലാ കഷ്ടങ്ങളും കർത്താവ് മുന്നേ പ്രവചിച്ചു തന്നിരിക്കുന്നത് നമ്മളോട് ഒരുങ്ങുവാൻ വേണ്ടി, വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി, ആത്മീയ സത്ഫലങ്ങൾ കൊണ്ട് നിറയാൻ വേണ്ടി, അതിനുവേണ്ടി ഈശോയുടെ സനാതന സുവിശേഷം ലോകത്ത് മുഴുവൻ കൊടുക്കാൻ വേണ്ടി സുവിശേഷവും സനാതന സുവിശേഷം കേൾക്കാത്തവർക്ക് സുവിശേഷം കൊടുത്ത് അതോടനുബന്ധിച്ച് സനാതന സുവിശേഷൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആ സനാതന സുവിശേഷം കൂടെ കൊടുത്ത് എല്ലാ ഭക്ഷ്യ നന്മയും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ കൺമുമ്പിൽ അപ്രത്യക്ഷമാകുമെന്നും അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ ആയിരിക്കാൻ നാം ഇപ്പോഴത്തെ അവസ്ഥകളിൽ കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമായ എല്ലാ സംഭവങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരണമെന്നും വിശദീകരണ പ്രക്രിയ ഉടൻ തന്നെ ആരംഭിക്കണമെന്നും ചിന്തിക്കുവാൻ കഴിയുന്ന ഈ നിമിഷങ്ങളാണ് ഏറ്റവും ധന്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിനായി നമുക്ക് വചനത്തിലൂടെ എടുത്തു വെച്ച് വായിച്ചാലൊന്നും നമുക്ക് എല്ലാ കാര്യവും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് മനസ്സിലാക്കി തരാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിൽ വേണം. അത് ദൈവം അതിന് ചില വ്യക്തികളെ നിയോഗിക്കുകയോ അതിന് തക്കതായിട്ടുള്ള ജ്ഞാനവും അറിവൊക്കെ കൊടുത്ത് ചില വ്യക്തികളെ ദൈവം തന്നെ മനുഷ്യർക്കായിട്ട് വിട്ടുകൊടുക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഇത്രമാത്രം ധ്യാന സെൻ്ററുകൾ വളർന്നതും ധ്യാനങ്ങൾ മനുഷ്യൻ കൂടിയിട്ടുള്ളതും. എന്നാൽ കൂടിയിട്ടുണ്ടെങ്കിലും അതനുസരിച്ചുള്ള വളർച്ച മനുഷ്യനില്ല. എന്നാൽ കുറേ ആളുകൾ വളർന്ന് ആത്മീയതലത്തിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ വരവിൻ്റെ ഒരുക്കത്തെ സംബന്ധിക്കുന്ന എല്ലാവിധ ജ്ഞാനവും നാം എത്രയും പെട്ടെന്ന് കരസ്ഥമാക്കണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവ് ഏത് നിമിഷവും ഇല്ലാതെ വരും. അപ്പോൾ നമ്മുടെ അറിവിൽ കുറവ് വന്നാൽ നമുക്ക് രക്ഷപ്രാപിക്കാൻ പറ്റാതെയും വരും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടൻ തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ആത്മീയ പ്രക്രിയ ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ, ജ്വലനത്തോടെ, കൂടുതൽ ശക്തിയോടെ, കൂടുതൽ വിവേകത്തോടെ, കൂടുതൽ സമയമെടുത്തുകൊണ്ട്, വേണ്ടി വന്ന ലീവ് എടുത്തുകൊണ്ട്, വേണ്ടി വന്ന ജോലി രാജിവെച്ചുകൊണ്ട് നമുക്കുള്ളത് മതി, ഇനി അധികം സമ്പാദിക്കേണ്ട ആവശ്യമില്ല, ഇനി സമ്പാദിച്ചിട്ട് ഒരു കാര്യം നമുക്ക് നിലവിലില്ല, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, ഒന്നും നേടാനില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഇനി നമുക്ക് നഷ്ടപ്പെട്ടു പോയത് യേശുവിൻ്റെ വചനമാണെന്നും യേശു ക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ നാം വിശദീകരിക്കപ്പെട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തണമെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ, തീക്ഷ്ണമായി ജ്വലിക്കുവാൻ, തീക്ഷ്ണമായ ആ മേഖലയിൽ സമ്പത്ത് മുടക്കുവാൻ, മറ്റുള്ളവരെ അത് കൂട്ടിക്കൊണ്ടത് അവരെ ഒരുക്കുവാനൊക്കെ തയ്യാറായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന സമയമാണിതെല്ലാം. അതിനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജ്വലനത്തോടെ തിരുവചനത്തെ എടുത്തു വെച്ച് വായിച്ച്, അല്ലെങ്കിൽ ഇതുപോലുള്ള ധ്യാന ക്ലാസ്സുകൾ കേട്ട്, അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ എത്തപ്പെടാൻ പറ്റുമെങ്കിൽ എത്തിപ്പെട്ട്, അതിനുവേണ്ടി സമ്പത്ത് മുടക്കുകയോ സമയം മുടക്കുകയോ മറ്റ് പശ്ചാത്തലങ്ങളൊക്കെ മുടക്കുകയോ ചെയ്തുകൊണ്ട് ആ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നതും വലിയ മഹത്വമായ ഒരു കാര്യമാണ്. അതിന് പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, ഇന്നല്ല നാളെ ഏതാനും മാസങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ സുവിശേഷ ക്ലാസ്സുകളൊക്കെ നിന്നു പോകാനുള്ള സാധ്യത വളരെ തൊട്ടുമുമ്പിലാണ്. ഇനി വരാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങൾ അതിഭയാനകമായിരിക്കും. പ്രത്യേകിച്ചും ഈ വർഷക്കാലം മുതൽ 2026-27 മുതൽ പ്രകൃതി ലോകത്തിനെതിരെ തിരിയും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രകൃതി നമുക്കെതിരെ തിരിയുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതിൻ്റെ കാരണം ലോകത്ത് നീതിയും വിശ്വാസവും വിശുദ്ധിയും വിവേകവും സത്യസന്ധതയും എളിമയും വിനയവുമൊക്കെ നമ്മളിന്ന് അപ്രത്യക്ഷമായി പോയി. നാം എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ വിശദീകരണ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. അതിന് ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ അതിന് പറ്റിയ സാഹചര്യവും ആളെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏതാനും മാസങ്ങൾ കൂടി മുന്നോട്ട് പോയെന്നാൽ യുദ്ധത്തിൻ്റെ ഗതി മാറും. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമായി മുന്നോട്ട് നീങ്ങിയാണ്. ഇനി അത് ഈ പറഞ്ഞ വിധത്തിലേക്ക് ഇത്തവണ മുമ്പത്തെ പോലെ ആയിരിക്കില്ല. കിത്തിമേലെ കപ്പലുകൾ അവനെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു എതിർക്കുന്ന രീതിയിലേക്ക് വലിയ വൻശക്തികൾ തമ്മിൽ അടുത്തു വന്നാൽ അവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാവും. അത് ആണവ സ്ഫോടനത്തിന് വഴിവെക്കും. യുദ്ധത്തിൻ്റെ ഗതി മാറും പെട്ടെന്ന്. അതുകൊണ്ടാണ് കൊരിന്ത്യർ കഥാ പറയുന്നത്, ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. ആ നിപതിച്ച് കഴിഞ്ഞതിന് ശേഷം അയ്യോ ഒന്നുകൂടെ രക്ഷപ്പെടാമായിരുന്നു, ഒന്നുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ ജോലി ലീവ് എടുത്ത് പോയിട്ട് ഒന്ന് ഒരുങ്ങാമായിരുന്നു ചിന്തിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല പ്രിയപ്പെട്ടവരെ. അതിലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യേശുക്രിസ്തു രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണങ്ങൾ, ആത്മീയ ലക്ഷണങ്ങൾ, ഭൗതിക ലക്ഷണങ്ങൾ, അതിൻ്റെ പ്രകൃതി ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് പഠിക്കാൻ നമ്മൾ സമയം മെനക്കെടണം. നമ്മൾ അതിനുവേണ്ടി ഇരുന്ന് പഠിക്കണം. ആ വിഷയങ്ങൾ എവിടം വരെ എത്തി, എൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ആ സാഹചര്യം എവിടം വരെ എത്തി എന്നുള്ളതിനെപ്പറ്റി വ്യക്തമൊരു അവബോധം നമുക്കുണ്ടാവണം. കാരണം ഇതൊന്നും നമ്മളെ വ്യക്തമായിട്ട് ഇനി ആരെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിക്കുമെന്ന് വിചാരിച്ചാൽ അത് നടന്നു വരികയുമില്ല.
അതുകൊണ്ട് പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് തീഷ്ണതയോടെ ഒരുങ്ങുവാനുള്ള സമയമാണിത്. അതുകൊണ്ട് ഈ മാസം നടക്കുന്ന എൻ്റെ ധ്യാന ക്ലാസ്സുകളിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടക്കുന്ന ധ്യാന ക്ലാസ്സുകളിലൊക്കെ വീണ്ടും ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും ബുക്ക് ചെയ്യാം. കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ വിശേഷിക്കുന്നുള്ളൂ എന്ന് വരെ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു 5-10 പേർക്ക് കൂടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനാൽ നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി യേശു ക്രിസ്തുവിനോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കേട്ട് വിശുദ്ധി പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവിധ രക്ഷയുമുള്ളൂ. സാമ്പത്തിക മേഖലയിലെ അഭിവൃദ്ധിയും കുടുംബ സമാധാനവും ആത്മീയ സംതൃപ്തിയും ആത്മീയമായി പ്രാർത്ഥിക്കാനുള്ള മാനസിക ഒരുക്കവും തയ്യാറും എല്ലാം നമുക്ക് ഈ വിശുദ്ധി പ്രാപിക്കുക, ജ്ഞാനം പ്രാപിക്കുക, സത്യസന്ധതയിലേക്ക് വളരുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാൻ കർത്താവായ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.